BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അമ്മയുടെ വാക്കുകേട്ട് അയാൾ എന്നെ ഇറക്കിവിട്ടു. സമാധാനമില്ല, ഈ നാട്ടിൽ നീതി കിട്ടില്ല. പരീക്ഷാ ഹാൾ ടിക്കറ്റിൽ റീമയുടെ ആത്മഹത്യാക്കുറിപ്പ്. പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടി ജീവനൊടുക്കിയ റീമയുടെ ആത്മഹത്യാക്കുറിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭർത്താവിനെതിരെയും ഭർത്തൃമാതാവിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് റീമ കത്തിൽ എഴുതിയിരിക്കുന്നത്. റീമയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെ തന്റെയും കുഞ്ഞിന്റെയും മരണത്തിന് ഉത്തരവാദി ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയുമാണെന്ന റീമയുടെ വാട്സ്ആപ്പ് സന്ദേശവും കണ്ടെടുത്തിരുന്നു. ഭർത്താവുമായി അകന്ന് റീമ സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അടുത്തില വയലപ്ര സ്വദേശി MV റീമ, മകൻ കൃഷിവ് രാജ് എന്നിവരാണ് മരിച്ചിരുന്നത്. കള്ളപ്പണ കേസ്. അനിൽ അംബാനിയുടെ 50 സ്ഥാപനങ്ങളിൽ ED റെയ്ഡ്. ജീവനക്കാരെ ചോദ്യം ചെയ്തു. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാൻ അനിൽ അംബാനിയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ്. 2017-19 കാലത്ത് യെസ് ബാങ്കിൽ നിന്നും 3000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് റെയ്ഡ് എന്നാണ് പുറത്തുവരുന്ന വിവരം. വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച CBI 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 50 സ്ഥാപനങ്ങളിൽ ED പരിശോധന നടത്തി. 25ലധികം പേരെ ചോദ്യം ചെയ്തു. 35 ഇടങ്ങളിലായാണ് പരിശോധന. ബാങ്കുകളെയും ഓഹരി ഉടമകളെയും നിക്ഷേപകരെയും മറ്റ് പൊതു സ്ഥാപനങ്ങളെയും കബളിപ്പിച്ച് ജനങ്ങളുടെ പണം തട്ടിയെടുക്കുവാൻ കൃത്യമായ ആസൂത്രണത്തോടെ പദ്ധതി നടപ്പാക്കി എന്നാണ് EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മുതിർന്ന ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കൈക്കൂലി നൽകിയെന്നാണ് സംശയിക്കുന്നത്. യെസ് ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാത്തതിനാൽ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന്റെ മുംബൈയിലെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടെയുള്ള ഓഫീസുകൾ യെസ് ബാങ്ക് പിടിച്ചെടുത്തിരുന്നു. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറിന് അനുവദിച്ച ഏകദേശം 2892 കോടി രൂപയുടെ വായ്പ തിരിച്ചടയ്ക്കാത്തതായിരുന്നു ഇതിന് കാരണം. ചെറുപ്പം മുതലുള്ള ആഗ്രഹം. തകർപ്പൻ ഡാൻസുമായി ശിവാംഗി. കിടിലൻ ഡാൻസ് പെർഫോമൻസുമായി ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഗായികയും നടിയുമായ ശിവാംഗി കൃഷ്ണകുമാർ. വിജയും രാഘവ ലോറൻസും തകർത്താടിയ തിരുമലൈ എന്ന സിനിമയിലെ താം തക്ക എന്ന പാട്ടിനാണ് ശിവാംഗി ചുവടുവയ്ക്കുന്നത്. ദളപതിയുടെ സ്റ്റെപ്പുകൾ മനോഹരമായി ശിവാംഗി പുനരാവിഷ്കരിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ ഈ ഡാൻസ് കണ്ടതു മുതൽ ഇതുപോലെ ഡാൻസ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്ന് ശിവാംഗി വീഡിയോയ്ക്കൊപ്പം കുറിച്ചു. എന്റെ കുട്ടിക്കാലത്ത് സൺ മ്യൂസിക്കിൽ ഈ പാട്ട് വരാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. ദളപതിയുടെയും ലോറൻസിന്റെയും നൃത്തം കണ്ട് അത്ഭുതപ്പെടുമായിരുന്നു. ഈ നൃത്തച്ചുവടുകൾ ഒന്ന് പരീക്ഷിച്ചു നോക്കുവാൻ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ഇതെന്റെ എളിയ ശ്രമമാണ്, വീഡിയോയ്ക്കൊപ്പം ശിവാംഗി കുറിച്ചു. അസഭ്യവർഷത്തിൽ മനം തൊന്ന് ITI വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. അയൽവാസിയായ സ്ത്രീ അറസ്റ്റിൽ. വിഴിഞ്ഞം വെണ്ണിയൂരിൽ ITI വിദ്യാർത്ഥിനി തൂങ്ങിമരിച്ച സംഭവത്തിൽ അയൽവാസിയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാജത്തിനെ ആണ് വിഴിഞ്ഞം പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത്. വെണ്ണിയൂർ നെല്ലിവിള നെടിഞ്ഞൽ കിഴക്കരിക്ക് വീട്ടിൽ അജുവിന്റെയും സുനിതയുടെയും മകൾ അനുഷയാണ് മരിച്ചത്. അയൽവാസിയുടെ അസഭ്യവർഷത്തെ തുടർന്നുള്ള മനോവിഷമമാണ് മകളുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് പരാതി നൽകിയിരുന്നു. സംഭവസമയം അനുഷയും രോഗിയായ മുത്തച്ഛൻ നേശമണിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അയൽ വീട്ടുകാരുമായി നേരത്തെ തന്നെ കുടുംബ പ്രശ്നമുണ്ടായിരുന്നുവെന്നും അവിടുത്തെ മരുമകൾ അനുഷ താമസിക്കുന്ന വീടിന്റെ പുരയിടം വഴി വന്നു എന്നതിനെ ചൊല്ലിയായിരുന്നു പ്രശ്നമെന്നും പോലീസ് അറിയിച്ചു. പുറത്തുപോയിരുന്ന തന്നെ മകൾ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞു കരഞ്ഞെന്ന് പിതാവ് പറയുന്നു. പിതാവ് ഉടനെ എത്തിയെങ്കിലും മകൾ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കർണാടകയിലെ UPI പ്രതിസന്ധി. ഇടപെട്ട സിദ്ധരാമയ്യ. ബന്ദ് പിൻവലിച്ച് കച്ചവടക്കാർ. ചായ ചെറുകടി വിൽപ്പന തുടരും. കർണാടകയിലെ UPI പ്രതിസന്ധിക്ക് താൽക്കാലിക വിരാമം. ജൂലൈ 25 നടത്താനിരുന്ന സംസ്ഥാന ബന്ദ് വ്യാപാരികൾ പിൻവലിച്ചു. ബേക്കറികൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യാപാരങ്ങൾ സാധാരണ പോലെ പ്രവർത്തനവും തുടങ്ങി. നേരത്തെ കർണാടക സംസ്ഥാന വാണിജ്യ നികുതി വകുപ്പ് 6000-ഓളം ചെറുകിട വ്യാപാരികൾക്ക് നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലായിരുന്നു വ്യാപാരികൾ UPI ബഹിഷ്കരണത്തിലേക്ക് കടന്നതും 25-ന് ബന്ദ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചത്. പ്രതിവർഷം 40 ലക്ഷം രൂപയിലധികമാണ് വിറ്റുവരവെങ്കിൽ വ്യാപാരി GST രജിസ്ട്രേഷൻ എടുക്കണം എന്നാണ് ചട്ടം. UPI സേവനദാതാക്കളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് 13,000-ഓളം വ്യാപാരികളുടെ വിറ്റുവരവ് 40 ലക്ഷം രൂപയിലധികമാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതോടെ വിശദീകരണം തേടിയാണ് 6000-ഓളം പേർക്ക് നോട്ടീസ് അയച്ചത്. വിഫ എത്തി. ബംഗാൾ ഉൾക്കടലിൽ
പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. കേരള തീരത്ത് മഴയ്ക്കൊപ്പം വില്ലനായി മറ്റൊന്ന്. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ രൂപപ്പെട്ട വിഫ ചുഴലിക്കാറ്റ് ദുർബലമായി വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു. ഇത് ന്യൂനമർദ്ദമായി വീണ്ടും ശക്തി പ്രാപിച്ചു വരുമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരികുളം പറയുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതോടെ കേരളത്തിലും തിങ്കളാഴ്ച വരെ വീണ്ടും മഴ, കാറ്റ് ശക്തി പ്രാപിച്ചേക്കുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. 100 കോടി സമ്പാദിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുണ്ട്. ദിവസം 15 മുതൽ 20 പരസ്യങ്ങൾ ചെയ്യും. ഞെട്ടിച്ച് രവി ശാസ്ത്രി. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളിൽ 100 കോടി രൂപയൊക്കെ സമ്പാദിക്കുന്ന ആളുകളുണ്ടെന്ന് മുൻ ഇന്ത്യൻ താരം രവി ശാസ്ത്രി. മുൻ ഇംഗ്ലണ്ട് താരങ്ങളായ മൈക്കൽ വോൺ, അലിസ്റ്റർ കുക്ക് എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് ഇന്ത്യൻ താരങ്ങളുടെ ശരാശരി വരുമാനത്തെക്കുറിച്ച് ശാസ്ത്രി മനസ്സ് തുറന്നത്. കൃത്യമായ സംഖ്യ അറിയില്ലെങ്കിലും 100 കോടിക്കടുത്തൊക്കെ സമ്പാദിക്കുന്നവർ ഉണ്ടാകും എന്നായിരുന്നു ശാസ്ത്രിയുടെ വാക്കുകൾ. MS ധോണിയും വിരാട് കോഹ്ലിയും 15 മുതൽ 20 വരെ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതിനെല്ലാം വലിയ തുക പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നും ശാസ്ത്രി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.